ഭരണഘടനാ ഭേദഗതികളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഭരണഘടനാ ഭേദഗതി. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളോ ഒഴിവാക്കലുകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ നടന്നാലും അതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ മാത്രമാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? പാർലമെൻറ്റിന് മാത്രമാണ് ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ജുഡീഷ്യറിക്ക്. അപ്പോൾ ജുഡീഷ്യറിക്കാണ് ഒരു ഭരണഘടനാ നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അസാധുവാക്കാനുള്ള അധികാരം ഉള്ളത്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അവകാശം, അതിനുള്ള നടപടിക്രമം എന്നിവയെ പ്രതിപാദിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 368. അപ്പോൾ അനുച്ഛേദം 368 ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി നിർവചിക്കുന്ന അനുച്ഛേദം. ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 20. വിവിധ സഭകൾ ഭേദഗതി പ്രമേയം പാസ്സാക്കേണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ഭേദഗതിക്ക് എത്ര രീതികളാണ് നിലവിലുള്ളത്? വിവിധ സഭകൾ ഭേദഗതി പ്രമേയം പാസ്സാക്കേണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതികൾക്ക് എത്ര രീതികളാണ് ഉള്ളത്? 3 തരം. ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാൻ കഴിയാത്ത ഭാഗം ഏതാണ്? ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം. ആമുഖം ഉൾപ്പെടെ ഏത് ഭാഗവും ഭരണഘടനയുടെ ഭേദഗതി ചെയ്യാം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി വരുത്താവുന്ന സംഗതികൾക്ക് ഉദാഹരണം ഏതാണ്? അതായത് സിമ്പിൾ മെജോറിറ്റിയോടുകൂടി നമുക്ക് പാസ്സാക്കാൻ പറ്റുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. പൗരത്വ നിയമങ്ങൾ, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവ സംബന്ധിച്ചത്. ഭരണഘടന ഭേദഗതിക്ക് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷം ആവശ്യമുള്ള വിഷയത്തിന് ഉദാഹരണമാണ് മൗലികാവകാശങ്ങളുടെ ഭേദഗതി. രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളിൽ ഭേദഗതി വരുത്തേണ്ട പക്ഷം ഏത് തരത്തിലുള്ള അംഗീകാരമാണ് വേണ്ടത്? പാർലമെൻറ്റ് ഇരുസഭകളുടെയും സവിശേഷ ഭൂരിപക്ഷം. പാർലമെൻറ്റിലെ സവിശേഷ ഭൂരിപക്ഷത്തിനു പുറമേ സംസ്ഥാന നിയമസഭകളിൽ പകുതി എണ്ണത്തിൻ്റെ അംഗീകാരം കൂടി വേണ്ടിവരുന്ന ഭരണഘടനാ ഭേദഗതി വിഷയങ്ങൾക്ക് ഉദാഹരണമാണ് സുപ്രീം കോടതി, ഹൈക്കോടതികൾ എന്നിവയെ സംബന്ധിക്കുന്ന വ്യവസ്ഥകൾ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ എന്നീ വിഷയങ്ങളുടെ ഭേദഗതിക്ക് നിയമനിർമ്മാണ സഭകളുടെ ഏത് വിധത്തിലുള്ള അംഗീകാരമാണ് വേണ്ടത്? പാർലമെൻറ്റിലെ സവിശേഷ ഭൂരിപക്ഷത്തിനു പുറമേ സംസ്ഥാന നിയമസഭകളിലെ പകുതി എണ്ണത്തിൻ്റെയും കൂടി അംഗീകാരം വേണം. ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് സഭകളിലാണ്? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ കഴിയും.